ഗൈസ്, അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ ലോകത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അങ്ങനെ റൂമറുകൾ എല്ലാം സത്യമാകുന്നു. ഹ്യൂഗോ ബോമസ് ഒഡീഷ FC എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്യുന്നു അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി തന്നെ. നമുക്കറിയാം ISL വന്നിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സിൽ ഒരാൾ തന്നെയാണ് ഹ്യൂഗോ ബോമസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്തത് ഇന്ത്യയിൽ തന്നെയാണ്. 2018 തൊട്ട് ഇന്ത്യയിൽ 3 ഡിഫറെൻറ്റ് ക്ലബ്സിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇപ്പം ഗോവയാണെങ്കിലും അതിനുശേഷം മുംബൈ, പിന്നെ മോഹൻ ബഗാൻ, ഇതിപ്പോൾ 4ാമത്തെ ക്ലബ്ബാണ് ഒഡീഷ FC. അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഗോവയിലാണ് എത്തുന്നത് 2018. അന്ന് അവിടുത്തെ പരിശീലകനായിട്ടുണ്ടായിരുന്ന സെർജിയോ ലൊബേറയാണ്. അപ്പം ലൊബേറയുള്ളൊരു റീയൂണിയൻ എന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. എന്താണെങ്കിലും ISL നോക്കി കഴിഞ്ഞാൽ അയാൾ 103 മത്സരങ്ങൾ 30 ഗോളും 36 അസിസ്റ്റും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. എന്നാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം 8 മാച്ചിൽ നിന്ന് ആകപ്പാടൊരു ഗോൾ മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ജനുവരിയിൽ താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ട സാഹചര്യം ഒക്കെ വന്നിരുന്നു, പകരം പ്ലെയറെ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഒഡീഷയിലേക്ക് പോകുമെന്നുള്ള റൂമേഴ്സൊക്കെ വന്നു തുടങ്ങിയതാണ്. എന്താണെങ്കിലും പുതിയ സീസണിലേക്ക് വരുമ്പോഴാണ് താരത്തെ ഒഡീഷ FC എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ലോങ് ടേം കോൺട്രാക്ട്, ഏതാണ്ട് 2027 വരെ ഉള്ളൊരു കോൺട്രാക്റ്റിലാണ് താരവുമായിട്ട് സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ഇപ്പം 29 വയസ്സാകാൻ പോകുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹവുമായിട്ട് അത്യാവശ്യം നല്ലൊരു ഡീല് തന്നെയാണ്. പിന്നെ ലൊബേറയുടെ അണ്ടറിൽ അദ്ദേഹം എപ്പോഴും സൂപ്പർ പെർഫോമൻസ്, അതായത് ഗോവ ആ ഷീൽഡ് നേടിയ വർഷം, അത് കഴിഞ്ഞ് മുംബൈയോടൊപ്പം ഷീൽഡും ട്രോഫി നേടിയ വർഷങ്ങളൊക്കെ മികച്ച പ്രകടനമൊക്കെ നടത്തിയ പ്ലെയറാണ്. ISL ഗോൾഡൻ ബോളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള അത്ര മികച്ച പെർഫോമൻസ് ഒക്കെ നടത്തിയിരുന്നു. എന്നാണെങ്കിലും അദ്ദേഹത്തിനൊരു തിരിച്ചുവരവ് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ മൊറോക്കൻ അണ്ടർ 23 താരം കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്നതാണ്. ജംഷഡ്പൂർ FC വരുമ്പോൾ നിഖിൽ ബെർല എന്ന് പറയുന്ന അവരുടെ യങ് വിങ് ബാക്ക് ആയിട്ടുള്ള താരത്തെ അവരൊരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു 2028 വരെ. ലോക്കൽ ലാഡായിട്ടുള്ളൊരു പ്ലെയറാണ്. JFCയിലൂടെ തന്നെ ഒരു യൂത്ത് ലെവലിൽ തുടങ്ങി അങ്ങനെ കരിയർ തുടങ്ങിയ താരമാണ്. കഴിഞ്ഞ സീസൺ നോക്കിയാൽ ഫസ്റ്റ് സീസണായിരുന്നു, എന്നിട്ടും അദ്ദേഹത്തിന് 4 അസിസ്റ്റാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. അദ്ദേഹം ഒരു വിങ്ങറായിട്ടും ഒരു വിങ് ബാക്കായിട്ടും ഒക്കെ കളിക്കുന്നൊരു പ്ലെയറാണ്. നല്ലൊരു ടാലൻറ്റ് തന്നെയാണ് എന്നുള്ളത് കഴിഞ്ഞ ഒറ്റ സീസൺ കൊണ്ട് അദ്ദേഹം പ്രൂവ് ചെയ്തതാണ്. അതുപോലെ അലൻ സ്റ്റെവാനോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ജംഷഡ്പൂർ FCയുടെ കഴിഞ്ഞ സീസണിലുള്ള ഏറ്റവും ഹൈപ്പായിട്ട് വന്നിട്ടുള്ളൊരു പ്ലെയറാണ്. ആ ഒരു താരവും ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അത്രയും ഹൈപ്പിൽ വന്നിട്ടും കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ പോലും ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റോബിൻ യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യങ് റൈറ്റ് ബാക്ക് താരത്തെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സൈൻ ചെയ്യുന്നു. 22 ഇയർ ഓൾഡായിട്ടുള്ള താരം, ഒരു മുൻ BFC താരമാണ്. BFCയിൽ നിന്ന് വീണ്ടും റിക്രൂട്ട്സ് നടത്തുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. മന്ത്രത്തമാന എഫക്റ്റ്, അതായത് അവരുടെ CEO മുമ്പ് BFCയിലേക്കാണല്ലോ വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഒരുപാട് പ്ലേയേഴ്സ് അങ്ങോട്ട് പോരുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർക്കഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം BFCക്ക് വേണ്ടി സീനിയർ ടീമിന് വേണ്ടി 15 മത്സരങ്ങൾ ISLലും ഡൊറം കപ്പിലും ഒക്കെ ആയിട്ട് കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്, ഒരു യങ്സ്റ്ററാണ്. സോ അദ്ദേഹം ഇന്ത്യയുടെ ജൂനിയർ ലെവലിലുള്ള കോളപ്പൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. അതുപോലെ ബംഗളൂരു FC കെസിയ വേൻഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരവുമായിട്ട് വേർപിരിയുന്നു. അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, ഡച്ച് പ്ലെയറാണ്. ഒരു പ്രൊഫൈൽ എന്ന നിലയിൽ വന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. കഴിഞ്ഞ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു, അതൊരു ഓൺ ഗോൾ ആയിരുന്നു എന്നുള്ളത് മാത്രം. സോ അറിയാലോ, KBFCക്കെതിരെ നടന്നിട്ടുള്ള ആ ഒരു മത്സരത്തിലാണ് സംഭവിക്കുന്നത്. സോ അതുപോലെ തന്നെ സ്വീഡൻ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെന്നൈയിൻ്റെ താരവും അവരുമായിട്ട് വേർപിരിയുന്നു. അദ്ദേഹം ചെന്നൈയിലായിരുന്നെങ്കിൽ ലോണിൽ പഞ്ചാബിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഗോവയുടെ ഒരു അക്കാഡമി വഴിയൊക്കെ ഉയർന്നു വന്ന പ്ലെയറാണ്. ഗോവയുടെ അണ്ടർ 18 റിസർവ്, സീനിയർ ഗോവ അങ്ങനെയൊക്കെ ഇത് ഇട്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ചെന്നൈയിലേക്ക് വരുന്നതും. എന്താണെങ്കിലും അദ്ദേഹം ഏതൊരു ക്ലബ്ബിലേക്ക് പോകുമെന്നുള്ളതും നമുക്ക് ഉറപ്പായിട്ട് നോക്കിക്കാണാം. അപ്പം ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ? കാണിക്കാൻ